2026 IPL സീസണിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ നിന്ന് ഒരു ഫ്ലോപ്പ് 11 ഉണ്ടാക്കുക എന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. വലിയ തുകയ്ക്ക് ലേലത്തിൽ വാങ്ങിവരും മുൻനിര താരങ്ങളും ഉൾപ്പെട്ടതാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന താരങ്ങൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2026 ഫൈനൽ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ സീസൺ ഉടനീളമുള്ള പ്രകടനങ്ങളും ഇവർക്കായി ടീം മുടക്കിയ ഉയർന്ന തുകയും ഒക്കെ പരിഗണിച്ചാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള പല താരങ്ങളും ഈ ലിസ്റ്റിലുണ്ടാകും. അവർക്കൊക്കെ അടുത്ത സീസണിൽ കൂടുതൽ മികച്ച രീതിയിൽ മികച്ച പ്രകടനമൊക്കെ നടത്തി തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ്, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നായകൻ. എൻ്റെ ഫ്ലോപ്പ് 11 നായകൻ ഇഷ്ട ടീമായ ചെന്നൈയുടെ ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണ്. പതിവ് സ്ഥിരത പുലർത്താനൊന്നും താരത്തിന് സാധിച്ചില്ല എന്നത് ടീമിനെ ശരിക്കും ബാധിച്ചു. റൺസ് നേടുന്നതിലും മികച്ച തുടക്കം നൽകുന്നതിലുമെല്ലാം ഋതുരാജ് ഗെയ്ക്വാദ് ശരിക്കും പരാജയമായി. 14 ഇന്നിങ്സിൽ നിന്നായി 337 റൺസ് മാത്രമാണ് താരത്തിന് നേടാൻ സാധിച്ചത്. ഇതിൽ തന്നെ വളരെ പേടിച്ച് കളിക്കുന്ന ആ ഒരു ശൈലി ടീമിനെ പിന്നോട്ട് വലിച്ചു. അജിങ്ക്യ രഹാനെ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ നായകൻ. കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ രഹാനെ പവർ പ്ലേയിൽ തന്നെ ടീമിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം നൽകി. അവസാന മത്സരങ്ങളിൽ കൊൽക്കത്ത ജയിച്ച് ട്രാക്കിലേക്ക് എത്തി എന്ന് തോന്നിയപ്പോൾ ലീഗ് ഏറെ അവസാനിക്കാറുമായിരുന്നു. 25.77 ശരാശരിയിൽ നേടാൻ സാധിച്ചത് 335 റൺസ് മാത്രമാണ്. നായകൻ എന്ന നിലയിലും ടീമിന് കാര്യമായ ഗുണമൊന്നും രഹാനെ ചെയ്തില്ല. സൂര്യകുമാർ യാദവ്, ഇന്ത്യൻ T20 ടീമിൻ്റെ നായകൻ. വെറും 20 ശരാശരിയിൽ മാത്രമാണ് ഈ സീസണിൽ സൂര്യകുമാർ യാദവിന് റൺസ് നേടാനായത്. നേടിയത് 13 മത്സരങ്ങളിൽ നിന്നും 270 റൺസ്. മുംബൈ ഈ സീസണിൽ വളരെ പിന്നിലേക്ക് പോയതിൽ സൂര്യകുമാർ യാദവ് അതിൽ കാരണമായിട്ടുണ്ട്. താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആരാധക ആവശ്യവും ഇതോടെ ശക്തമായി. നിക്കോളാസ് പൂരൻ, ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ താരം. 17 കോടി രൂപ പ്രതിഫലം വാങ്ങിയിട്ടും കാര്യമായി ഒന്നും താരത്തിന് ചെയ്യാൻ സാധിച്ചില്ല. 2025 സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ ഏറെ സഹായിച്ച താരമാണ്. ഇത്തവണ ടീമിൻ്റെ പതനത്തിനും അദ്ദേഹം തന്നെ കാരണമായി. നേടിയത് 14 മത്സരങ്ങളിൽ നിന്നും 234 റൺസ് മാത്രം. ഋഷഭ് പന്ത്, ലക്നൌവിൻ്റെ നായകൻ. 27 കോടി രൂപയ്ക്ക് മെഗാലയത്തിലൂടെ ടീമിലെത്തിയ പന്ത് 14 മത്സരങ്ങളിൽ നേടിയത് 312 റൺസ് മാത്രമാണ്. ടെസ്റ്റിൽ സാധാരണ T20 കളിക്കുന്ന ഋഷഭ് പന്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ IPL T20യിൽ കാണാൻ സാധിച്ചത് അദ്ദേഹം അവിടെ ടെസ്റ്റ് കളിക്കുന്നതാണ്. ഈ സീസണോടെ താൻ നായക സ്ഥാനം ഉപേക്ഷിക്കുകയാണെന്ന് താരം മാനേജ്മെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞു. ഹാർദിക് പാണ്ഡ്യ, മുംബൈ ഇന്ത്യൻസിൻ്റെ നായകൻ. ബാറ്റിങ്ങിൽ 20 ശരാശരിയിൽ മാത്രമാണ് താരത്തിന് റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചത്. ബോളിങ്ങിലാകട്ടെ യാതൊരു പിശുക്കുമില്ലാതെ റൺസ് വിട്ടുകൊടുക്കുന്നു. എന്താണ് ഹാർദിക് പാണ്ഡ്യ എന്ന താരത്തിന് പറ്റിയത് എന്നത് വലിയൊരു ചോദ്യങ്ങളിലൊന്നാണ്. നായകൻ എന്ന നിലയിലുള്ള സമ്മർദ്ദമാണോ അതോ മോശം ഫോമാണോ ടീമിലുള്ള പടലപ്പിണക്കങ്ങളാണോ കാരണം എന്നൊന്നും അറിയില്ല. കാമറൂൺ ഗ്രീൻ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏറെ പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച താരമാണ്. അതും 25 കോടി രൂപയ്ക്ക് മുകളിൽ തുക മുടക്കി. എന്നാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒക്കെ താരം അട്ര ഫ്ലോപ്പായി. തനിക്ക് കിട്ടിയ അനേകം കോടികളിൽ 1 കോടി രൂപയ്ക്ക് മൂല്യമുള്ള പ്രകടനം പോലും താരത്തിന് ടീമിന് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. കൊൽക്കത്ത ഏറെ ബുദ്ധിമുട്ടിയതിന് കാരണവും ഗ്രീനിൻ്റെയും മോശം ഫോം തന്നെയാണ്. റിയാൻ പരാഗ്, രാജസ്ഥാൻ റോയൽസിൻ്റെ നായകൻ. രാജസ്ഥാൻ റോയൽസ് ഇത്തവണ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നായകൻ എന്ന നിലയിലുള്ള പരാഗിൻ്റെ മിടുക്കൊണ്ടൊന്നുമായിരുന്നില്ല. അത് വൈഭവ് സൂര്യവംശിക്കും ജോഫ്ര ആർച്ചർക്കും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റാണ്. 14 മത്സരങ്ങളിലും താരത്തിന് നേടാൻ സാധിച്ചത് 309 റൺസാണ്. ആകെ ഓർത്തിരിക്കാനുള്ളത് ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം മാത്രം. ജസ്പ്രീത് ബുംറ, കരിയറിലെ ഏറ്റവും മോശം സീസണിലൂടെയാണ് ജസ്പ്രീത് ബുംറ കടന്നു പോയത്. വെറും 3 വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹം നേടിയത്. തുടർച്ചയായ മത്സരങ്ങളും ലോകകപ്പിന് ശേഷം ബ്രേക്ക് കിട്ടാതെ പോയതും മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിലെ ബുദ്ധിമുട്ടുകളുമെല്ലാം താരത്തെ ശരിക്കും ബാധിച്ചു. ബുംറ ഈ ലിസ്റ്റിൽ എങ്ങനെ വന്നു എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമായി മാറി. അർഷ്ദീപ് സിംഗ്, ബോളിങ്ങിൽ സ്ഥിരത പുലർത്താൻ സാധിക്കാത്തതും റൺസ് അമിതമായി വിട്ടുകൊടുക്കുന്നതുമൊക്കെ ടീമിന് തിരിച്ചടിയായിട്ടുണ്ട്. 14 വിക്കറ്റ് നേടിയെങ്കിലും ബോളിങ്ങിൽ റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് ഇല്ലാത്തത് ശരിക്കും പഞ്ചാബിനെ ബാധിച്ചു. ട്രെൻറ്റ് ബോൾട്ട്, മുംബൈ ഇന്ത്യൻസ് നിരലിനെ നിരാശപ്പെടുത്തിയ മറ്റൊരു പ്രമുഖൻ. 9 വിക്കറ്റുകൾ നേടിയ താരം എതിരാളിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിച്ചില്ല എന്നതായിരുന്നു സത്യം. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട അനേകം താരങ്ങളടങ്ങുന്ന ഒരു ഫ്ലോപ്പ് 11 ലിസ്റ്റാണ് പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് യോജിപ്പുകളുണ്ടാകാം, വിയോജിപ്പുകളുണ്ടാകാം. എന്തായാലും അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.